നല്ല കിടക്കാച്ച് മഴയാണ്. ഇരിക്കുകയാണ്. കൂടുതലും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. നമസ്കാരം, കൈപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് UK-ലാണ്. UK-യിൽ നിന്ന് ആദ്യ യാത്രയാണ് നമ്മുടെ ഇന്നത്തെ. പുറത്ത് നല്ല കട്ട മഴയാണ്. ആ മഴയത്ത് നമ്മൾ 2-3 കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. ഇവിടെ വന്ന് പിറ്റേ ദിവസം ഇവിടുത്തെ യാതൊരുവിധ പരിചയമില്ല. ആ പരിചയക്കുറവ് വെച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മൾ യാത്ര ചെയ്ത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ പല രീതിയിൽ അവിടെ എത്തിച്ച് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ യാത്രയുണ്ട് മൊത്തത്തിൽ. നമ്മൾ നടത്തവും അതുപോലെ തന്നെ ബസ്സിൽ കയറണം, ട്രാമിൽ കയറണം, ട്രെയിനിൽ കയറണം, അങ്ങനെ കുറേ യാത്രയുണ്ട്. നല്ല രസമായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര തുടങ്ങിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യാത്രയാണ്. നമ്മുടെ 2 കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. നോട്ടിംഗ്ഹാമിൽ നിന്ന് നേരെ പോകുന്നത് ബെർമിംഗ്ഹാമിൽ നിന്ന് അടുത്ത വേറെ സിറ്റിയിലോട്ടാണ്. എനിക്ക് അമ്മാരെ ഉള്ളത് ബെല്ലിംഗ്ടണിലാണ്. അപ്പോൾ അവരെ കാണാൻ പോകണം. നല്ല കട്ട മഴ, ഒന്നും തന്നെ അറിയത്തില്ല. ഇവിടുന്ന് 77 നമ്പർ ബസ്സിനകത്ത് കയറുക, നോട്ടിംഗ്ഹാമിൽ ചെല്ലുക, അവിടുന്ന് ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അറിയാം. നല്ല കട്ട മഴ അല്ലേ. നമ്മളിവിടെ തുടക്കമായതുകൊണ്ട് കുടയൊന്നും മേടിച്ചില്ല നാട്ടിൽ നിന്ന്. കുട മസ്റ്റായിട്ട് മേടിച്ചോട്ട് പറഞ്ഞു. ഇവിടുന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ മഴയൊക്കെ ആയിരിക്കും മിക്ക സമയങ്ങളിലും. കാലാവസ്ഥ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. കുടയില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ കാത്തിരുന്നു. പക്ഷെ അവസാനം നമ്മൾ ലിഫ്റ്റ് നമ്മുടെ അവിടെ കെയർ ഹോമിൽ വന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അവർ ഇവിടെ കൊണ്ടിറക്കി വിട്ടു. അപ്പം ഇവിടുന്ന് തുടങ്ങിയാണ് നമ്മുടെ യാത്ര. നമ്മളുടെ ആദ്യത്തെ ബസ് യാത്രയാണ്. നമ്മൾ ബസ്സിൽ കയറി 77 നമ്പർ ബസ്സിലാണ് പോകുന്നത്. ഏകദേശം ഒരു 10-23 സ്റ്റോപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് അടുത്തങ്ങ് സ്റ്റോപ്പാണ്. ഒന്നും അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ആൾക്കാരോട് ചോദിച്ച് പോകാം. ബസ്സിൻ്റെ മുകളിൽ ഇരുന്നുള്ള വ്യൂ അപാരം തന്നെയാണ്. കൂടെ നല്ല കട്ടയ്ക്ക് മഴയും. ഒരു സ്റ്റോപ്പ് ഇറങ്ങി ഇനി അടുത്ത സ്റ്റോപ്പിലോട്ട് പോവാണ്. അവിടുന്ന് അടുത്ത വണ്ടി ബസ് കയറണം. നോക്കാം. നല്ല കിടക്കാച്ച് മഴയാണ്. അപ്പം നമ്മൾ ട്രാമിൽ കയറിയിട്ടുണ്ട്. ഇത് കയറേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ് ഇത് കയറിക്കോളാം. ഞാനത് ചാടി കയറി. തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമുക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ കയറി. നമ്മുടെ പരിചയക്കുറവ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പരിചയക്കുറവാണ്. അപ്പം നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ഇത് തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്ത് നിന്ന് ചേച്ചിയോട് ഇവിടുത്തുകാർ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി എന്നെ അവിടം വരെ, നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന, നമ്മുടെ മുൻപിൽ പോകുന്ന ചേച്ചിയാണ്, ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന അവിടം വരെ നമ്മളെ കൊണ്ടുവിട്ടു. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിലെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എത്ര മനോഹരമാണ് നമുക്ക്. നമ്മുടെ വണ്ടി ട്രെയിൻ ഇനി അടുത്തത് 3:41 ഉള്ളത്. നമ്മൾ റിട്ടേൺ കൂടി എടുത്തേക്കുന്നത് 28 പൗണ്ടായിട്ടുണ്ട്. റിട്ടേൺ ടിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ അടുത്ത മാസം 28 ഏപ്രിൽ വരെ നമുക്ക് ഉപയോഗിക്കാം. ലോങ് ടൈമായിട്ട് ഉപയോഗിക്കാം. 6A ആണ് നമ്മുടെ പ്ലാറ്റ്ഫോം. അങ്ങോട്ട് പോകാം നമ്മൾ. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 6 പോവുകയാണ്. 3:41 അടുത്ത ട്രെയിൻ. ജസ്റ്റ് മിസ്സായിരുന്നു ഇപ്പോൾ ഒരു ട്രെയിൻ. അപ്പോൾ നമ്മുടെ UK-യിലെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. നോട്ടിംഗ്ഹാം സിറ്റിയിലെ ഒരു ആണുങ്ങളുടെ ഒരു ബാത്റൂമാണ്, ടോയ്ലറ്റാണ്. നീറ്റ് ആൻഡ് ക്ലീനാണ്.
നോട്ടിംഗ്ഹാം റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എനിക്ക് നിന്നപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചിലതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ കൽക്കട്ടയിലെ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കുറച്ച് ഫീലിങ്സ് എനിക്കുണ്ടായി. കാരണം അന്നത്തെ ചില റെയിൽവേ സ്റ്റേഷനിൽ നമുക്കിപ്പോഴും ബ്രിട്ടീഷുകാർ പണിഞ്ഞ അല്ലെങ്കിൽ അവരുടെ ആ രീതിയിൽ മാതൃകയിൽ പണിഞ്ഞ റെയിൽവേ സ്റ്റേഷനുകൾ ഒരുപാട് കാണാൻ സാധിക്കും. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ യാത്രയുണ്ട്. 1 മണിക്കൂർ മുകളിലുണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്നങ്ങോട്ട് പോയേക്കാം. എല്ലാ ട്രെയിനിനകത്തും ബസ്സിനകത്തും എല്ലാം ഇവിടെ വൈഫൈ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് തുടക്കത്തിൽ നമുക്ക് സിമ്മില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നെറ്റില്ല എന്നുണ്ടെങ്കിലോ ഓൺലൈൻ നമുക്ക് വൈഫൈ ഓണാക്കുക. നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് സൈൻ ഇൻ കണക്ട് ചെയ്യാൻ പറ്റും. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കൂടുതലും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. പശുക്കളെയും ഒക്കെ മേയാൻ ഇങ്ങനെ വിട്ടേക്കുകയാണ് കയറൂരി. ഇതാണ് അടുത്ത സ്റ്റേഷനിലെത്തി. ഇങ്ങനെ സ്റ്റേഷനുകൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ബർമിംഗ്ഹാം സിറ്റിയിലോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് ഇച്ചിരി ഉറങ്ങിയാലും പ്രശ്നമില്ല. നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ വില്ലിംഗ്ടണിലോട്ട് പോകുന്നത്. നമ്മൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കണം. നമുക്കിവിടെ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം ഏത് സമയവും നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന ആൾക്കാർ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ട്രെയിൻ ചിലപ്പോൾ അപ്പുറത്തൊക്കെ വരും, അവിടോട്ട് പോവുക. നമ്മൾ അടുത്ത ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇതിൽ കയറിയിട്ട് വേണം. ഏകദേശം ഒരു 1/2 മണിക്കൂർ യാത്രയുണ്ട്. ട്രെയിൻ യാത്ര അത്യാവശ്യം ഇവിടെ കംഫർട്ടബിളാണ്. ട്രെയിൻ യാത്രയും ബസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുൻപോട്ട് പോവുകയാണ്. നമ്മൾ അടുത്ത സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മുടെ 2 ഫ്രണ്ട്സ് ഇപ്പോൾ വരും. നമ്മുടെ ബിജോയുടെ കൂട്ടുകാരൻ ബിജോയും ഇവിടെ എത്തും. അവരെ കാണണം. നമുക്ക് പുറത്തിറങ്ങി നല്ല തണുത്ത കാറ്റാണ്. ഇസ്രയേലിൽ നിന്ന് മുങ്ങിയ 2 ടീമുകളെ ഞാൻ ഇവിടെ വെച്ച് കണ്ട്. വെൽക്കം ടു ഡിയർ കൈപ്പൻ. ഹായ്, ഞങ്ങളുടെ കൈപ്പൻ ഞങ്ങൾ UK എത്തിച്ചിരിക്കുകയാണ്. ഇത് ബിജോ, വീണ്ടും എന്തെങ്കിലും ഇറ്റലിയിൽ നിന്ന് വന്നാണ്. 2 ബിജോ. ഓക്കെ, ബിജോ എങ്ങനെ ഉണ്ടാ 2 മാസത്തെ എപ്പോഴും ഇസ്രയേൽ ലൈഫ്? നിനക്ക് ഇസ്രായേലിൽ നിന്ന് വിട്ടു പോയിട്ടില്ല ഇതുവരെ? അങ്ങനെ വിട്ടു. എന്റെ ഇസ്രായേലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്നാ പറയുന്നത്, ഇസ്രായേലല്ലേ UK? സോറി, മാറിപ്പോയല്ലോ. വായിന്ന് ഇസ്രായേൽ മാറിയിട്ടില്ല കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സംവിധാനം. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഗ്രൂപ്പായിട്ട് ടീം വർക്കാണ്. പിന്നെ ജോലിയിൽ ഒത്തിരി വ്യത്യാസം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ജോലി, അത് ഇച്ചിരി ഹാർഡ് വർക്കാണ്. പിന്നെ 12 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ലോകം. പിന്നെ ആഴ്ചയിൽ പൈസ വേണമെന്നേ ഉള്ളൂ. കൈ പൈസ വേണം, അത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോടാ. പിന്നെ ആഴ്ചയിൽ എങ്ങനെ ഒരു 2 ദിവസം 3 ദിവസം ലീവ് ഉണ്ടാവും. 4 ദിവസം 5 ദിവസം ഡ്യൂട്ടി ചെയ്താൽ മതി. ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കെയറിങ് ആണ്. അതിനായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആരോടും നമ്മളിപ്പം ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അക്സെപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. പിന്നെ എല്ലാ ഫ്രീഡം ഉണ്ട് നമുക്ക്. നമ്മുടെ പിന്നെ ഫാമിലിയെ കൊണ്ടുവരാം എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷം. 3 മാസം പേപ്പർ വർക്ക് തുടങ്ങി. പേപ്പർ വർക്ക് തുടങ്ങി. ഞാൻ മെയ്യോടുകൂടി ഫാമിലിയെ കൊണ്ടുവരും. എനിക്ക് 3 മാസം ഇപ്പോൾ അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പോൾ അത് തീരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നിരുന്നു. വെറുതെ നമ്മൾ അതിന് മുമ്പ് പൈസ കളയണ്ടല്ലോ. കാരണം ഒരു അക്കോമഡേഷൻ ഇവിടെ ഒരു 500 പൗണ്ട് മുതൽ ഒരു 800 പൗണ്ട് വരെ നമുക്കാവും ഒരു വീട് എടുക്കണമെങ്കിൽ. എന്നെയൊക്കെ സംബന്ധിച്ച് 3 കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് 3 ബെഡ്റൂം ആണ്. അതുകൊണ്ട് 900 അടുത്തരും ഇപ്പോൾ മാസം നമുക്ക് വീടും റെന്റ് മാത്രം. പിന്നെ കൗൺസിൽ ടാക്സ്, വെള്ളത്തിൻ്റെത്, അത് ഇതൊക്കെ ഒരു 1000-1200 പൗണ്ട് വരും. അപ്പം അതുകൊണ്ട് ഞാൻ മെയിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചിരിക്കുന്നു. വെരി ഗുഡ്. എങ്ങനെയുണ്ട് നിനക്ക് വന്നിട്ട്? UK വന്നതിന്റെ പിറ്റേന്ന് കറക്കം തുടങ്ങിയില്ലേ? അങ്ങനെ നമ്മൾ ഒടുവിൽ വെല്ലിംഗ്ടണിൽ എത്തിയിരിക്കുകയാണ്. റൂമിലോട്ട് പോവാണ്. ഇനി നേരെ റൂമിൽ ചെന്നപ്പോഴത്തേന് ബിജോയും കൂടെ നമുക്ക് ഫുൾ ചിക്കൻ, അതുപോലെ തന്നെ കപ്പ, പന്നി, അത്യാവശ്യം നമുക്ക് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ നാട്ടിൽ നിന്നല്ല വന്ന ഇസ്രായേലിൽ നിന്ന് വന്നതിൻ്റെ ആ ഫുഡിൻ്റെ ക്ഷാമം അങ്ങ് തീർത്ത് കേട്ടോ. വളരെ നന്ദി.
അപ്പം നമ്മൾ പിറ്റേ ദിവസം തന്നെ തിരിച്ച് ആ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് തിരിച്ച് നോട്ടിംഗ്ഹാമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ട് വീഡിയോ കാണുന്നവരെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് കൈപ്പൻസ്. വ്യത്യസ്തമായ കാഴ്ചകൾക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.